morning, students. Today we are going to our English class. At first, I introduce your textbook. All of you look here. We have 5 units in this textbook. Then each unit contains 4 or 5 lessons. Okay. Our first unit's name is Flights of Freedom. Did you know what is Flights of Freedom? എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കൽ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കൽ അതായത് നമ്മുടെ യൂണിറ്റ്സിനെ കുറിച്ച് മീനിങ് പറയാനാണ്. നമ്മുടെ യൂണിറ്റ്സിൽ അത് 4 ലെസൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, സെക്കൻഡ് വൺ എനി വുമൺ, തേർഡ് വൺ മാച്ച് ബോക്സ് ആൻഡ് ഫോർത്ത് വൺ ഹൊറക്കലോ. ഓക്കെ, it is the very important units in our textbook because these 4 lessons contains about women's issues. Okay, now we are going to our lesson. Okay, all of you look the lesson's name. Our lesson's name is the 3 L's of empowerment. What is that? The 3 L's of empowerment. It is written by Christine Lagarde. Okay, ക്രിസ്റ്റീൻ ലഗാർഡെ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എംപവർമെൻറ്റിൻ്റെ മീനിങ് എന്താണ്? ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് ഈ ലെസണിൽ ക്രിസ്റ്റീൻ ലഗാർഡെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പീച്ച്. ഡെലിവേർഡ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡെ. ദെൻ ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റീൻ ലഗാർഡെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വിക്ടേഴ്സ്. She is the first woman to become the finance minister of G8 economy and to head the International Monetary Fund. Okay, the Christine Lagarde G8 എക്കണോമിയിലെ ആദ്യത്തെ വനിതാ ഫിനാൻസ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡുമായിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പീച്ച്. സോ Christine Lagarde first wish the audience. You look here. Good afternoon. It is great to be among friends and kindred spirit. നമുക്കറിയാം, സ്പീച്ച് ആകുമ്പോൾ നമ്മളെപ്പോഴും ഓഡിയൻസിനെ അല്ലെങ്കിൽ സ്റ്റേജിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ വിഷ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡെ യൂസ് ചെയ്യാണ് ഗുഡ് ആഫ്റ്റർനൂൺ. അവരാദ്യം വിഷ് ചെയ്യാണ് ഓഡിയൻസിനെ. Then she addressed, it is great to be among friends and kindred spirit. What is this? It is great to be among friends and kindred spirits. ഈ ഒരു അഡ്രസ്സിൻ്റെ ശരിയായ മീനിങ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. എന്തായത്? ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി അമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡേർഡ് സ്പിരിറ്റ്സ് മീൻസ് ഒരേ ചിന്താഗതിയും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സന്തോഷം ഇരട്ടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ഹെൽത്തി സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി തിങ്കിങ് നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തഗതിയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോഴാണ്. അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും. കാരണം മിസ്സിങ് ആണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സും കോളേജും ഒക്കെ. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ഈ ഒരു അഡ്രസ്സ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. We go to our first paragraph. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ്. നമ്മൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ഈ റാപ്പിഡ് ചേഞ്ചിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത് ദ എക്കണോമിക് റോൾ ഓഫ് വുമൺ ആണ്. ബട്ട് വുമൺ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷെങ്കിൽ ഇന്ന് നമ്മുടെ സ്ത്രീകൾ മിക്ക ആൾക്കാരും ബ്ലോക്കായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു കോൺട്രിബ്യൂട്ട് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവർക്ക് അവരുടെ ശരിയായ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ദേ ഹാവ് മെനി ബാരിയേഴ്സ് ഇൻ യുവർ ലൈഫ്. ദെൻ വാട്ട് ഈസ് മീനിങ് ദ ബാരിയേഴ്സ്? അല്ലേ, നമുക്കറിയാം എന്താണ്? തടസ്സങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. വാട്ട് ആർ ദീസ് ബാരിയേഴ്സ്? ഡിഡ് യു നോ വാട്ട് ആർ ദീസ് ബാരിയേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് lack of confidence. Then second one is lack of opportunity. Then third one is gender discrimination. Did you understand? Then what are they? It was lack of
lack of confidence, then lack of opportunity, and gender discrimination. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. അപ്പോൾ നമ്മൾ സ്ത്രീകളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. കാരണം ഇന്ന് പല കൺട്രീസിലും നമ്മുടെ ഇൻകം in some countries per capita income lags significantly because women are denied equal opportunity. ഇന്ന് പല രാജ്യങ്ങളിലും അവരുടെ ഇൻകം വളരെ കുറവാണ്. കാരണം എന്താണ്? സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇക്കണോമിക് ബാലൻസിലും ഒരുപാട് വ്യത്യസ്തതയാണ്. They represent half the world's population but contributes far less than 50% of economic activity. നമ്മൾ ഇന്ന് വേൾഡിൽ ഏകദേശം 50% വിമൻ ഉണ്ട്. പക്ഷേ നമുക്ക് അത്രത്തോളം 50% എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്കണോമിക് പവർ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ ഇല്ല. കാരണം what is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment. എന്താണ് നമ്മുടെ ലോകത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ മാറ്റിമറിക്കണമെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന ഡോർ നമ്മുടെ വിമൻസിൻ്റെ മുന്നിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. അതിന് ആവശ്യമാണ് the 3 L's of women's empowerment. What is that? The 3 L's of women's empowerment. Christine Lagarde says that our changing world need the 3 L's of women's empowerment. What is these 3 L's? That are learning, labor, and leadership. What is that? Learning, labor, and leadership. Once more, all of you say learning, labor, and leadership. Here, Christine Lagarde says that the main factors of women empowerment are 3 L's, that are learning, labor, leadership. Okay. Here, in the second paragraph, Christine Lagarde says about learning. Our first L is learning. Then first about learning. Education is the foundation upon which any change is built. ഈ ഒരു സെൻറ്റൻസിൽ ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത് എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷനാണ് ഏതൊരു മാറ്റത്തിൻ്റെയും ഫൗണ്ടേഷൻ, അതാ അടിത്തറ. ലേണിംഗ് ഹെൽപ്സ് വുമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾ ഓഫ് എക്സ്ക്ലൂഷൻ. ലേണിംഗ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വുമണിനെ എന്തിനു സഹായിക്കുന്നു? അവരുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അവരെ ടൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഷാക്കിൾസ് പൊട്ടിച്ച് അവർക്ക് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ലേണിംഗ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. നൗ ഹിയർ ഈസ് ദ മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. അതെന്തിനേക്കാളും നമ്മുടെ വേൾഡിന് ഇപ്പോഴും ഏറ്റവും അത്യാവശ്യമുള്ളത് അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ചിലേക്ക് പോകുന്ന നമ്മുടെ വേൾഡിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് വുമൻസിൻ്റെ എഡ്യൂക്കേഷനാണ്. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. Did you understand what is this adage or what is this proverb? Then here Christine Lagarde says about an African proverb. What is that? If you educate a boy, you train a man. If you educate a girl, you train a village. എന്താണത്? നമ്മളൊരു ബോയ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കാണ് നമ്മൾ എഡ്യൂക്കേഷൻ നൽകുന്നതെങ്കിൽ നമ്മളൊരു മനുഷ്യനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ നമ്മളൊരു വില്ലേജിനെ തന്നെ ട്രെയിൻ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം നമ്മുടെ ലോകത്തിന് ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഈ ഒരു ആഡേജിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊവേർബിലൂടെ ക്രിസ്റ്റീൻ ലഗാർഡെ നമുക്ക് കാട്ടിത്തരുന്നത്. The 3 L's of empowerment written by Christine Lagarde. In this lesson, Christine Lagarde says about 3 L's of empowerment, അല്ലെങ്കിൽ main factors of women's empowerment. Then they are that 3 L's are learning, labor, and leadership. What are they? The main factors are learning, labor, and leadership. Then we know the roles of learning. Then what is that?
learning helps women to know about her rights and duties. Learning helps a woman to know about her rights and duties. അല്ലേ ലേണിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് ബ്രേക്ക് ദ ഷാക്കിൾ ഓഫ് ദെയർ ബോണ്ടേജ്. ഇറ്റ്സ് ബ്രേക്ക് ദ ഷാക്കിൾ ഓഫ് ദെയർ ബോണ്ടേജ്. Okay. Then second, labor or employment gives her the economic power to assert herself. And labor or employment gives the economic power to assert herself. I say the next class about this point.